ഹായ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹരിതയാണ്. ഹരിത നമ്മുടെ കരിയർ അക്കാദമിയിലെ 3 മാസത്തെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹരിത എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടത്? നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? +2 ശേഷം ഒരുപാട് പേരിനോട് ഡിഗ്രിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിരുന്നു. ഫസ്റ്റൊക്കെ എനിക്കും സംശയം ഉണ്ടായിരുന്നു, ഈ ഒരു 3 മാസത്തെ കോഴ്സ് കൊണ്ട് ഇപ്പം എന്താവാനാണ്. പക്ഷെ ഇപ്പം ഞാൻ മാനു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ആളുകൾ മൊത്തം ഇപ്പം എന്നോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് പഠിച്ചത്, എന്താണ് പഠിച്ചതെന്ന്. പ്രൗഡ്ലി ഞാൻ അവരോട് പറയാറുണ്ട്, കരിയർ അക്കാഡമിയിലാണ് പഠിച്ചിട്ടുള്ളതെന്ന്. ശരിക്കും ഞാനും പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും ചെറിയ പ്രായത്തിൽ എനിക്കിങ്ങനെ ആവാൻ പറ്റുമെന്നും ഇതുപോലെ തന്നെ സക്സസ് ആയിട്ട് മാറാൻ പറ്റുമെന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പം എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, വീട്ടുകാരെ ആണെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഹരിതയ്ക്ക് ഇപ്പം ഏകദേശം എത്ര ഏജ് ആയിട്ടുണ്ടാകും? 18 ആയിട്ടുള്ളൂ. എൻ്റെ ഒരു 23-24 ഏജിലൊക്കെയാണ് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. ഹരിതയുടെ ഈ ഒരു ഏജിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. ഹരിതയെ പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ? അപ്പോൾ അവരോടൊക്കെ ഹരിതയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ അല്ല പ്രധാനം, സ്കില്ലാണ്. ഉള്ളിലുള്ള സ്കില്ല് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പിടിച്ചെടുക്കാൻ പറ്റും.